നമസ്കാരം. ഇന്ത്യയുടെ കൂടെ നിന്നുകൊണ്ട് ഇന്ത്യക്കിട്ടു നല്ല പണി കൊടുക്കാമെന്ന് കരുതിയാണ് ട്രംപ് മോദി എന്റെ ചങ്കാണ്, കരളാണ്, കണ്ണിന്റെ കൃഷ്ണമണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. വ്യാപാര കരാർ എന്നൊരു കരു മുന്നിൽ വെച്ചുകൊണ്ട് ഒന്നുകിൽ ഇന്ത്യയെ ഭ്രമിപ്പിക്കണം, അല്ലെങ്കിൽ അതിൽ ഭ്രമിച്ചു മതിമറന്ന് ഇന്ത്യ എല്ലാം മറന്നു നിൽക്കുമ്പോൾ ആ നേരം കൊണ്ട് ഇന്ത്യയിൽ ട്രംപിന് പിടിമുറുക്കണം. ഇന്ത്യയുടെ അടിവേര് മാന്തി പൊളിച്ച് പുറത്തിട്ടുകൊണ്ട് തകർത്തു തരിപ്പണമാക്കാൻ ക്ഷമയോടെയുള്ള നടപടികളാണ് ഇപ്പോൾ ട്രംപ് അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മുന്നോടിയാണ് ഇന്ത്യയുമായി നിർത്തലാക്കിയ വ്യാപാര കരാർ പുനഃസ്ഥാപിച്ചതും അമേരിക്കൻ പ്രതിനിധികളെ ഇന്ത്യയിലേക്ക് അയച്ചതും. എന്നാൽ അതിലൊന്നും കണ്ണു മഞ്ഞളിച്ചു നിൽക്കുന്ന ആളല്ല മോദി. ഇക്കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനിടയിൽ തന്നെയാണ് ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രംപ് H-1B വിസ എന്നൊരു മിസൈൽ തൊടുത്തുവിട്ടത്. അതിനെ നിലം തൊടിയിക്കാതെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു മോദി. ഒടുവിൽ മോദിയുടെ മുന്നിൽ ട്രംപിന്റെ മിസൈൽ നിലം തൊടാതെ തകർന്നു തരിപ്പണമാകാൻ പോവുകയാണ്. ആദ്യമേ ട്രംപ് ഇന്ത്യക്ക് കൊടുത്ത താരിഫ് എന്ന 8ന്റെ പണിയിൽ ഇന്ത്യക്കാർ മുഴുവൻ വീർപ്പു മുട്ടി പിടഞ്ഞു മരിക്കുമെന്ന് കരുതിയ ട്രംപിന് എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇന്ത്യ GST സ്ലാബിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മിന്നൽ പ്രഹരമാണ് കൊടുത്തത്. അതിനു പിന്നാലെ ഇപ്പോൾ H-1B വിസയ്ക്ക് വലിയ മാനദണ്ഡങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ നടപടി ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്ന ഘട്ടം വന്നപ്പോൾ ഇന്ത്യയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് ചൈന. ഇന്ത്യക്കാരെ കൂടുതൽ ചേർത്ത് പിടിക്കാനും ഇന്ത്യക്കാരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനും തയ്യാറായി രാജ്യത്തേക്കുള്ള കുടിയേറ്റ നയത്തിൽ വലിയ മാറ്റം വരുത്താൻ ചൈന തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് മേഖലകളിൽ നിന്നുള്ള പ്രൊഫഷണലുകളെ ആകർഷിക്കാൻ വിസ അവതരിപ്പിക്കുമെന്നാണ് ചൈന പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൊഴിൽ നഷ്ടമാകുമോ എന്നതോർത്ത് ആശങ്കയിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഈ പ്രഖ്യാപനം. ഒക്ടോബർ 1-ാം തീയതി മുതൽ വിസകൾ പ്രാബല്യത്തിൽ വരുമെന്ന് സ്റ്റേറ്റ് കൗൺസിൽ അറിയിച്ചു കഴിഞ്ഞു. H-1B വിസയ്ക്ക് വാർഷിക ഫീസ് നിരക്ക് $1,00,000 ആക്കി അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം ഉയർത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ചൈനീസ് നീക്കം എന്നത് ശ്രദ്ധേയമാണ്. സ്റ്റെം മേഖലയിൽ നിന്നുള്ളവരാണ് അമേരിക്കയുടെ H-1B വിസയുടെ ആവശ്യക്കാരിലേറെ. നിലവിൽ ജോലി, പഠനം, ബിസിനസ് തുടങ്ങിയ 12 വിഭാഗങ്ങളിൽപ്പെട്ട കാര്യങ്ങൾക്കാണ് ചൈന വിസ അനുവദിക്കുന്നത്. ഈ കൂട്ടത്തിലേക്കാണ് 13ാമതായി വിസ എത്തുന്നത്. വിസ കൊണ്ടുവരുന്നതിനുള്ള തീരുമാനം ഓഗസ്റ്റ് മാസം ചേർന്ന സ്റ്റേറ്റ് കൗൺസിലാണ് കൈക്കൊണ്ടത്. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ H-1B വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ പ്രത്യാഘാതം ഇന്ത്യക്ക് സൃഷ്ടിക്കുമെന്നൊരു സാഹചര്യത്തിലാണ് ദ്രുതഗതിയിൽ അതിൽ മാറ്റം കൊണ്ടുവരാൻ ചൈന തീരുമാനിച്ചത്. വിദേശത്തു നിന്നുള്ള യുവശാസ്ത്ര സാങ്കേതിക പ്രതിഭകൾക്ക് വേണ്ടി പ്രത്യേകമായി രൂപപ്പെടുത്തിയതാണ് വിസ എന്ന് ചട്ടത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പഠനം നടത്തുന്നതോ ജോലി ചെയ്യുന്നതോ ആയ യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ് വിസ. അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ ഗവേഷക സ്ഥാപനങ്ങളിൽ നിന്നോ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നീ മേഖലകളിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. വിദേശിയായ അപേക്ഷകനെ പ്രാദേശിക ചൈനീസ് കമ്പനി സ്പോൺസർ ചെയ്യേണ്ടതില്ല എന്നതാണ് വിസയുടെ മുഖ്യ ആകർഷണം. പകരം പ്രായം, വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം എന്നിവയാണ് വിസയ്ക്ക് വേണ്ടി കണക്കാക്കുക. ഇന്ത്യ, ചൈന, റഷ്യ സഖ്യത്തിൽ തന്നെ ഭയന്ന് വിറച്ചിരിക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം താൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാർക്ക് ചൈന സഹായഹസ്തം നീട്ടുമ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ ഉണ്ടായേക്കാവുന്ന കൂടുതൽ ആഴത്തിലുള്ള സൗഹൃദം നെഞ്ചെടുപ്പ് കൂട്ടുമെന്ന കാര്യം ഉറപ്പാണ്.